പല സിനിമകളിലും അതുപോലെ സാഹിത്യത്തിലുമൊക്കെ അപസർപ്പ സാഹിത്യത്തിലൊക്കെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, എല്ലാ കുറ്റവാളികളും ഒരു കുറ്റം നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് പോകും എന്നാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവം ഉണ്ടെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അത് ആക്ച്വലി ഒരു മിത്താണ്. അപ്പോൾ തെളിവ് എന്ന് പറഞ്ഞ സംഗതി തന്നെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഫിസിക്കൽ എവിഡൻസ് എന്നൊക്കെ ഉള്ളതായിരിക്കും. അതായിക്കോണമെന്നില്ല. ഒരു റൂമിലെ ടെമ്പറേച്ചർ എവിഡൻസാണ്, തെളിവാണ്. ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. അത് ചില സമയത്തേക്ക് മാത്രം എൻവയോൺമെൻറ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇതെല്ലാം തെളിവുകളാണ്. അപ്പോൾ ഈ പോപ്പുലർ മിത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള തെളിവ് അവശേഷിക്കും. തെളിവ് അവശേഷിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും ഒരു ഫിസിക്കൽ എവിഡൻസ്, അതായത് ഒരു കാണുന്നൊരു മുടി നേഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് അവശേഷിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദർ കുഡ് ബി സർക്കംസ്റ്റൻഷ്യൽ ഫാക്ടേഴ്സ് വിച്ച് മേ സ്റ്റിൽ ലിങ്ക് യു ടു എ ക്രൈം ഈവൻ വെൻ ദർ ഇസ് നോ ഫിസിക്കൽ എവിഡൻസ്. മനസ്സിലായില്ലേ? ഒരു ബ്ലഡ് സ്റ്റെയിനോ സംഗതിയോ അങ്ങനെയൊന്നും അല്ലാതുള്ള മറ്റ് സാഹചര്യ തെളിവുകൾ നിങ്ങളെ അപ്പോഴും ഈ തെളിവുകളൊന്നും ഇല്ലാത്തപ്പോഴും ഒരു ക്രൈം സീനിൽ കൊണ്ട് എത്തിക്കുമായിരിക്കും. പക്ഷേ എല്ലാ ക്രൈമിലും ആരെങ്കിലും വന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിന് എന്താ ദൈവത്തിൻ്റെ കയ്യൊപ്പെന്നോ അങ്ങനെയൊക്കെ പറയും. അത് ബേസിക്കലി നോൺസെൻസാണ്. അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. ദർ ആർ കേസസ് വെയർ in terms of physical evidence there might be nothing.